പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യം പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ റഷ്യ ഉക്രൈന്റെ കൂടുതൽ ഭൂപ്രദേശങ്ങൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തേക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കടുത്ത മുന്നറിയിപ്പ് നൽകി. സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഇത് കനത്ത വെല്ലുവിളിയാകുന്നു. ഉക്രൈൻ സൈന്യം നിലവിൽ കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയാൽ മാത്രമേ വർഷങ്ങൾ നീണ്ട ഈ സംഘർഷം അവസാനിക്കുകയുള്ളൂ എന്ന് പുടിൻ വ്യക്തമാക്കി. റഷ്യ അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് കീവ് പിന്മാറിയാൽ US തയ്യാറാക്കിയ സമാധാന പദ്ധതിയെ ചർച്ചകൾക്ക് ഒരു ആരംഭമായി വേണമെങ്കിൽ പരിഗണിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു. ബിഷ്കെക്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അദ്ദേഹത്തിന്റെ സംഘവും അടുത്ത ആഴ്ച മോസ്കോയിൽ എത്തുമെന്നും ഇത് ഗൗരവമായ ചർച്ചകൾക്ക് വേണ്ടിയാണെന്നും പുടിൻ സ്ഥിരീകരിച്ചു. എങ്കിലും ഉക്രൈന്റെ സുരക്ഷയ്ക്ക് നിർണായകമായ ഫോർട്രസ് ബെൽറ്റ് എന്ന് മോസ്കോ വിളിക്കുന്ന പ്രതിരോധ നഗര ശൃംഖലയുടെ പൂർണ്ണ നിയന്ത്രണം പുടിൻ ആവശ്യപ്പെട്ടു. ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, ഖേഴ്സൺ, സപ്പോരിയ എന്നീ പ്രദേശങ്ങളെയാണ് യുക്രൈന്റെ ഫോർട്രസ് ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. നിലവിൽ ഈ പ്രദേശങ്ങൾ റഷ്യൻ സൈന്യത്തിന്റെ അധീനതയിലാണ്. ഈ ഭൂമി വിട്ടുകൊടുക്കുന്നത് ഒരു അപായമണിയായി കാണുന്ന കീവും യൂറോപ്യൻ സഖ്യകക്ഷികളും പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ട കരാറിലെ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉക്രൈൻ ഭൂപ്രദേശത്തിന്റെ ഏകദേശം 1/5 ഭാഗം റഷ്യ ഇതിനകം തന്നെ കൈവശപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും US ഉദ്യോഗസ്ഥരും സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ വലിയ പുരോഗതിയുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും പുടിൻ മുന്നോട്ട് വെച്ച കടുപ്പമേറിയ വ്യവസ്ഥകൾ ഉടൻ ഒരു വഴിത്തിരിവുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് സൂചിപ്പിക്കുന്നു. പുതിയ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിലപാടിൽ മാറ്റം വരുത്താൻ റഷ്യ തയ്യാറല്ലെന്നാണ് പുടിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇരുപക്ഷവും തങ്ങളുടെ റെഡ് ലൈനുകളിൽ ഉറച്ചു നിൽക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ പുടിന്റെ ഭീഷണിയും വരാനിരിക്കുന്ന US സന്ദർശനവും സംഘർഷഭരിതമായ ഒരു നയതന്ത്ര നിമിഷത്തിന് കളമൊരുക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.